എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലൂടെയാണ് നാം ഇന്ന് നമ്മുടെ ബൈബിൾ ക്ലാസ് മുൻപോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പൗലോസ് എന്തുകൊണ്ട് കൊരിന്ത്യയിലേക്കുള്ള യാത്ര ലേറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. പൗലോസിന്റെ ആഗ്രഹം അവിടെ വന്നിട്ടൊരു പ്രശ്നപരിഹാരകനായി 2 കൊരിന്ത്യ ലേഖനത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നു. അവിടെ എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്തിലേക്കുള്ള തന്റെ യാത്രയെ താമസിപ്പിച്ചത് എന്ന് അവിടെ പറയുന്നുണ്ട്. സന്തോഷം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം അവിടെ വരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇത് 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെയധികം പാപം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചുള്ള പരാമർശം ഇവിടെയുണ്ട്. കാരണം അത് സഭയ്ക്ക് വലിയ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുറിവ് വളരെ വേദനയായി മാറി. അപ്പോൾ പൗലോസ് വളരെ ശക്തമായിട്ട് എഴുതുകയും ചെയ്തു ഇവരോട്. നിങ്ങൾ ചെയ്യുന്ന പാപത്തെ കുറിച്ച്, ആ പാപത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ എഴുതി. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അറിയാറ് പോലും ഇല്ല എന്തൊക്കെയാണ് ഓരോ ഭവനങ്ങളിൽ നടക്കുന്നതെന്ന്. ഇനി അറിഞ്ഞാലും പല സമയത്തും കോംപ്രമൈസുകളൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. പക്ഷെ ഇവിടെ പൗലോസ് ഇക്കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ സംസാരിക്കുന്നത് നമുക്കറിയാം. വളരെ കർശനമായിട്ടാണ് സംസാരിച്ചത്. പൗലോസ് പറഞ്ഞ വളരെ വേദനയോടെയായിരുന്നു ഞാൻ സംസാരിച്ചത്, കണ്ണീരോടുകൂടിയാണ് ഞാൻ സംസാരിച്ചതെന്നാണ്. അപ്പൊ ഒരാൾ ചെയ്ത പാപം സഭയെ, ഒരു അപ്പോസ്തലനെ എന്തുമാത്രം വേദനയിലാക്കി എന്നുള്ളത് നമുക്ക് ഈ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സഭയിൽ നടക്കുന്ന ഓരോ മുറിവുകളും, യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ മുറിവുകൾക്കും അതിന് കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നത്, നിങ്ങളാൽ സന്തോഷം പ്രാപിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അവിടെ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. കാരണം എന്റെ വാക്കുകൾ അവരെല്ലാം മുറിപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ പൗലോസ് പറയാണ്, അങ്ങനെ ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ വിഷമമായിരുന്നു. അപ്പൊ പൗലോസ് ശരിക്കും ഒരു മനുഷ്യൻ, അതായത് ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന റോബോട്ട് പോലെ ആയിരുന്നില്ല. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിട്ടാണ് പൗലോസ് തന്നെത്താൻ അവതരിപ്പിക്കുന്നത്. അത് എത്ര എളിമ! നമുക്ക് ആ പൗലോസിന്റെ ആ ഹംബിൾനെസ് അതിനകത്ത് നോക്കാം. അതായത് ഞാൻ വിചാരിച്ചൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പൗലോസിന് അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ല. കാരണം അവിടെ പറയുന്നില്ല ഞാൻ വന്നത് പരിഹരിക്കാൻ എന്നല്ല പറയുന്നതിന്, അത് കൂടുതൽ ദുഃഖം ഉണ്ടാക്കുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. പൗലോസ് പറഞ്ഞ എല്ലാം അവർ കേട്ടോണമെന്നില്ല. അതൊരു മാസ്റ്റർ കളിക്കാൻ പൗലോസിനെ കൊണ്ട് കഴിയില്ല. കാരണം ഹീസ് ആൻ അപ്പോസ്റ്റൽ, ഹീസ് എ സെർവന്റ്. അപ്പൊ ശരിക്കും പൗലോസിന്റെ പ്രശ്നം അവിടെ വന്നാൽ പരിഹരിക്കാമെന്നോ ഒരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ വന്ന് ഒരു വലിയ ദുഃഖത്തിന് കാരണമാകും, ഞാൻ നിങ്ങളെല്ലാം വല്ലാതെ ദുഃഖിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിനകത്തൊരു സന്തോഷം ഉണ്ടാകാതെ പോകുമോ? അപ്പൊ ശരിക്കും നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് നമ്മൾ ഇടപെട്ടിട്ടല്ല, ആത്മാവ് അത് പരിഹരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരോട് ഇടപെടണം. അവിടെ പരിഹാരം കർത്താവിൽ നിന്നുണ്ടാകണം. മനുഷ്യരുടെ കയ്യില് ഒരു സൊല്യൂഷനും ഇല്ല. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കർത്തൃത്വം ആണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. ഇപ്പം പാസ്റ്റർ അധികാരമുള്ള ആളാണ്, പാസ്റ്റർ പറഞ്ഞാൽ കേൾക്കണം, അങ്ങനെ കേട്ട് ആണ് ഇന്ന് പലരും പ്രശ്നങ്ങളെ കുഴിച്ചു മൂടി മര്യാദ കാണപ്പെടുന്നത്. പക്ഷെ ശരിക്കും ദൈവത്തിന്റെ ആത്മാവ് പ്രശ്നം തീർത്തെങ്കിലേ പ്രശ്നങ്ങൾ തീരുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് സബ്മിറ്റഡ് ആകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പറയുന്നത്, പൗലോസ് ഒരു പ്രശ്ന പരിഹാരകനായിട്ടോ തർക്കങ്ങളെ പരിഹരിക്കുന്ന ആളായിട്ടോ ചർച്ചിന്റെ ഡിസിപ്ലിനറിയനായിട്ടോ ഒന്നും അവിടെ രംഗത്ത് വരുന്നില്ല എന്ന് മാത്രമല്ല, അത് ആ ലോക്കൽ സഭയുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് പൗലോസ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ ഒരു അഭിപ്രായവും പൗലോസിന് അഭിപ്രായം പറയാനുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും പൗലോസിന് ചെയ്യാനില്ല. അപ്പൊ പൗലോസ് അവിടെ വന്നാൽ ഒരുപക്ഷെ അത് വലിയ ദുഃഖത്തിന് കാരണമാകും. കാരണം എല്ലാവരെയും വഴക്ക് പറയേണ്ടി വരും. അത് എല്ലാവർക്കും വേദനയാകുമെന്ന് പൗലോസിന്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഉടനെ വന്നില്ല. അതിന്റെ കാരണം ഇതാണ്. 3-ാം വാക്യം പറയാണ്, ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ ഓർത്ത് എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുതെന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചു കൊണ്ടുമാകുന്നു. അപ്പൊ ഞാൻ ആ കത്ത് എഴുതാൻ നേരത്തെ നമ്മൾ പലപ്പോഴും സഭകളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ പ്രയാസങ്ങൾ കാണുമ്പോൾ ആ സഭയോടുള്ള വേദന, അങ്ങനെ വേദന, അത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്തതിലുള്ള വേദന, അത് ഓരോ ശുശ്രൂഷകർക്കും ഉണ്ടാവും. അപ്പൊ പല സമയത്തും പല സഭകളിലും ചെല്ലുമ്പോൾ അവിടെ കർത്താവിന്റെ മഹത്വം കാണാത്തത് നമ്മളെ വല്ലാതെ വേദന. ശരിക്കും പൗലോസിന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വേദന അതാണ്. ആരാണോ ഇത് സ്വീകരിക്കുന്നത് അവരുടെ ഇടയിൽ കർത്താവിന് മഹത്വം ഉണ്ടാകാതിരിക്കുകയും അവര് സ്വന്തം കാര്യത്തിൽ പാപത്തിൽ വീഴുകയും ദൈവത്തെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോസ്തലന്മാർക്ക് അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 4-ാം വാക്യം
വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. അപ്പൊ പൗലോസ് വഴക്ക് പറയുമ്പോഴും ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് വഴക്ക് പറഞ്ഞത്. കാരണം അത് ദുഃഖിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല, അത് പിന്നീട് ഒരു സന്തോഷമായി മാറാൻ വേണ്ടിയാണ്. ശരിക്കും താൽക്കാലികമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ വിവാഹ ജീവിതത്തിലും സാധാരണ പറയുന്ന ഒരു കാര്യമാണ് കോംപ്രമൈസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ. സഭയിലുണ്ടായാൽ ഒരു ഗുരുതരമായ പ്രശ്നം സഭയിലുണ്ടായാൽ അതിനെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഒന്ന് കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായവും ഇത് 2-ാം എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു പക്ഷെ ഒരു സഭയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ മോശമായ ഒരു കാര്യമാണ് അന്ന് കൊരിന്ത് സഭയിൽ നടന്നത്. അപ്പോൾ ഒരു വ്യക്തി തന്റെ അപ്പന്റെ ഭാര്യയുടെ കൂടെ, അതായത് ഇമ്മോറാലിറ്റി, ആ നാട്ടുനടപ്പിൽ പോലും ഇല്ലാത്ത ഒരു ഇമ്മോറാലിറ്റി അവർ പുലർത്തിക്കൊണ്ടിരുന്നപ്പോൾ സഭ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്, അതിന്റെ റിസൾട്ട് എന്തായിരുന്നുള്ളതാണ് ഈ 2 ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ വ്യക്തിയോട്, ആ പാപം ചെയ്ത വ്യക്തിയോടുള്ള നമ്മുടെ സമീപനമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ വെറുക്കുന്ന ഒരു പാപിയല്ല. നിങ്ങൾ ഈ സമയത്ത് കൊറോണ വ്യാപിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ഡയൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയാമോ? നമ്മുടെ യുദ്ധം കൊറോണ രോഗികളോടല്ല എന്ന് പറയുന്ന പോലെയാണിത്. നമ്മുടെ യുദ്ധം ശരിക്കും പാപത്തോടാണ്, പാപികളോടല്ല. ഈ മാനുഷികമായി നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പം ആ മനുഷ്യനോടാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സഭയിലെ ഡിസിപ്ലിനിങ്ങിനെല്ലാം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനാണ് ശത്രുവായിട്ട് മാറുന്നത്. പിന്നെ അവനെ വേണ്ട, അവനെ എങ്ങനെ ഒഴിവാക്കാം, അവനെ എങ്ങനെ മര്യാദ പഠിപ്പിക്കാം, 2 വർത്തമാനം പറയാം, എന്റെ നീതിയെ തെളിയിക്കാം, ഞാനാണ് കറക്റ്റ് എന്ന് എങ്ങനെ തെളിയിക്കാം, ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ അവനോട് ഒരു ബന്ധത്തിനും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പുണ്ടല്ലോ, ആ ഹെയ്റ്റ്രഡ്, നമ്മൾ വിചാരിക്കുന്നത് നീതിയോടുള്ള നമ്മുടെ ആ ആവേശം കാരണമാണ്. ഇന്നത്തെ കാലത്ത് ആ നീതിയോടുള്ള ആവേശം വർദ്ധിച്ചിട്ടാണ് ഇന്ന് പലരും ഈ അനീതിക്കെതിരെ പോരാടുന്നു, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നോക്കി, ഇത്രയും ഗുരുതരമായ ഒരു പാപം ചെയ്ത മനുഷ്യനോട് പൗലോസ് അപ്പോഴും പറയുന്നത്, അന്നും ആദ്യം പറഞ്ഞപ്പോഴും പറയുന്നത്, അവന്റെ അന്ത്യനാളിൽ അവന്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, അവന്റെ ജഡം വേണ്ടി അവനെ പുറത്താക്കി നിർത്താനാണ്. അപ്പൊ പുറത്താക്കി നിർത്തുമ്പോൾ അവനോട് യാതൊരു വിധത്തിൽ അവനോട് ഇടപെടരുതെന്നല്ല, ആ സഭയുടെ ഫെലോഷിപ്പിൽ നിന്ന് അവനെ കട്ട് ചെയ്തിട്ട് വീണ്ടും കരുണയോടെ അവന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു നോക്കിയേ, അവൻ എന്ത് സംഭവിച്ചു? ആ സുവിശേഷം വീണ്ടും വീണ്ടും അവൻ കേട്ടതുകൊണ്ട് അവൻ സഭയുടെ ശുശ്രൂഷകളിൽ നിന്ന് മുടക്കപ്പെട്ടവൻ വെളിയിലിരുന്ന്, ഒരു അനാഥനെ പോലെ വെളിയിലിരുന്ന് ശത്രുവിനാൽ ആക്രമിക്കപ്പെട്ട് അവൻ 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 ആ കർത്താവിന്റെ കൃപയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ പൗലോസ് പറയുന്നത് നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ്. കാരണം ഒരിക്കലും പൗലോസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പാപികളായിരുന്നില്ല, പാപമായിരുന്നു. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും പാപികളോട് ചെയ്തില്ല, പാപികളോട് കർത്താവ് മത്സരിച്ചില്ല, ഒരിക്കലും ചെയ്തില്ല. പാപം എന്ന ആ ഒരു കഠിനമായ കാര്യത്തോടായിരുന്നു കർത്താവിന് എപ്പോഴുമുള്ള ആ എതിർപ്പും ആ യുദ്ധവും. ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ കാണാം. മാത്രമല്ല, അവൻ നിങ്ങളെ മുഴുവൻ ദുഃഖിപ്പിച്ചു. കാരണം നമ്മുടെ സഭയിൽ ഒരു കുഴപ്പമുണ്ടായാൽ അത് ഒരാൾക്കല്ല. നമ്മൾ വിചാരിക്കുന്നത്, നമ്മളിങ്ങനെ പറയാം, എനിക്ക് എന്റെ ജീവിതം, എന്റെ ഇഷ്ടം, ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾ ആരാ ചോദിക്കാം വേണമെങ്കിൽ. പക്ഷെ ആ വളരെ ആഴമായ മുറിവ് ആ സഭയ്ക്കകത്ത് ഓരോ ദുഷ്പ്രവൃത്തി കൊണ്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിലപ്പം ആളുകൾ പറയുമായിരിക്കാം. പക്ഷെ ഒരു സഭയിൽ ഒന്നിച്ച് അപ്പം നുറുക്കുന്നവർ എന്നുള്ള രീതിയിൽ ഒരാള് പ്രത്യേകിച്ചും പാപത്തിൽ വീണാൽ, പാപം ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് ആ ശരീരത്തിന് മുഴുവനുണ്ട്. വ്യഭിചാരം എന്ന പാപം നമ്മുടെ കൂടെ ഒരാൾ ചെയ്താൽ അത് ആളുടെ വേദനയല്ല, അത് സഭ മുഴുവൻ നുറുങ്ങിപ്പോകുന്ന വേദനയാണത്. ഒരു ശരീരത്തിന് അല്ലെ ഒരു അവയവത്തിന് പഴുപ്പ് ബാധിക്കുന്നത് പോലെയാണ്. അപ്പൊ പാപം ഒന്നും നിസ്സാര കാര്യമല്ല, പാപമെല്ലാം വളരെ ശക്തമായ വേദനയാണത്. സ്വയം മാത്രമല്ല അത് വേദന ഉണ്ടാക്കുന്നത്, അത് ആ സമൂഹത്തിന് മുഴുവൻ വേദനയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ അവയവത്തെ മുറിച്ചു കളയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ല ശരിക്കും കർത്താവ് ചെയ്യുന്നത്. അവയവങ്ങളെ മുറിച്ചു കളയുകയല്ല ചെയ്യുന്നത്, ആ അവയവത്തെ വേണമെങ്കിൽ മരപ്പിച്ചു നിർത്തുവോ, മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞു, അതായത് കട്ട് ചെയ്ത് കളയല്ല ചെയ്യുന്നത്. ടു ബ്രിങ് ഹിം ബാക്ക് ടു ദാറ്റ് മെയിൻ സർക്കുലേഷൻ, ടു ദാറ്റ് മെയിൻ ഫ്ലോ, ടു ദാറ്റ് മെയിൻ ബോഡി, അതിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാനാണ് അവിടെ പരിശ്രമിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ചെയ്യുന്ന ഒരു പാവം ഒരു പേഴ്സണൽ പാവമല്ലേ, ദൈവമല്ലോ വിചാരിക്കരുത്.
അങ്ങനെയല്ല, അത് ദൈവമായിട്ടുള്ള കണക്കെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് എല്ലാ സഭയാകുന്ന ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അതെല്ലാവർക്കും വേദനയാണ്, എല്ലാവർക്കും വേദനയാണ്. ആ വേദന നമ്മൾ യേശുവിന്റെ ശരീരത്തിന് തന്നെയാണ് ചെയ്യുന്നത്. കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ഗുരുത്തക്കേടുകൾക്കും ആ കൂട്ടായ്മയിൽ മുഴുവൻ നമ്മളൊരു വേദന കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ വേദനിക്കുന്നവരെങ്ങനെ പ്രതികരിക്കണം, അതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. നമ്മൾ ആരുടെയെങ്കിലും പാപനിമിത്തം വേദനിച്ചിട്ടുണ്ടെങ്കിൽ, മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെ, ചില സമയത്ത് അങ്ങനെ ഭയങ്കരമായ മുറിവും വേദനയൊക്കെ ഉണ്ടാവും. നമ്മളെ കൂടെ ഉള്ളവരെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. ആ പെയിൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയമാണ് ഈ അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ പറയുന്നത് അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. ഉണ്ടായ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഭൂരിപക്ഷ ഗവൺമെന്റാണ്. പക്ഷെ സഭയിൽ ഒരിക്കലും ഒരു ഭൂരിപക്ഷ ഗവൺമെന്റ് ഇല്ല. സഭയിൽ ഒരിക്കലും ഇലക്ഷൻ നടത്തിയല്ല ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, അല്ല നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനത്തെ പരിപാടികളില്ല കർത്താവിന്റെ സഭയിലില്ല. ആ ഒരു പരിപാടിയില്ല. ഇപ്പൊ എന്താ ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയ, ഒരു സഭയിലേക്ക് വരുമ്പോൾ ആ സഭയുടെ ഭൂരിപക്ഷം ആൾക്കാർ എല്ലാവരും തന്നെ നീ ചെയ്യുന്ന പാപം മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഭയങ്കര ശിക്ഷാവിധി തന്നെയാണ്. ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷാവിധി മതി എന്ന് പറഞ്ഞതിന് അർത്ഥം സഭ ആ പാപത്തെ എതിർക്കുമ്പോൾ, ആ ആളെ കൺഫ്രണ്ട് ചെയ്ത് കഴിയുമ്പോൾ അവൻ തകർക്കപ്പെട്ട്, അല്ലെ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവന്റെ പക്ഷം പറയാൻ ഒരു 5-6 പേര് കാണും, അവന്റെ പക്ഷം പറയാൻ ഒരു 5-6 പേര് കാണും, അവൻ എതിർത്ത് പറയാൻ ഒരു 10-15 പേര് കാണും. ഇങ്ങനെയാണ് ഇന്ന് സഭകൾ താറുമാറായി പോകുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, പാപിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാപത്തെ എതിർക്കുന്നവരാകണമെന്നാണ്. കർത്താവ് അങ്ങനെയായിരുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ ആകണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആകണമെന്ന് അവർ എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ഇവന് ഭയങ്കരമായ ദുഃഖം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അവനെ ഭാവിയാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ഭയങ്കരമായ ദുഃഖം ഉണ്ടായി, പാപബോധം ഉണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും ഇന്നിപ്പം ഒരു സഭയിൽ നിന്ന് പോയാൽ അടുത്ത സഭയിലോട്ട് പോവാം. ഇന്ന് ഉപദേശങ്ങളുടെ കാര്യത്തിൽ സഭയിലോട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, പോകുന്ന കാര്യമല്ല. പാപം ചെയ്ത് ദൈവത്തിന്റെ സഭയിൽ ഒരാൾക്കും ഇന്ന് ആ സഭയിൽ നിന്ന് ആരും അറിയാതെ അടുത്ത സഭയിലോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ട്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ സഭയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം ആൾക്കാർ അവൻ എതിര് നിന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം വിട്ട് നമ്മുടെ കർത്താവിന്റെ സഭ മാത്രമേ ഇന്ന് ഒത്തിരി അനുഭവിക്കുന്ന ഒരു വേദനയാണ്. ഒത്തിരി പേർ, വളരെയധികം ആൾക്കാർ നാട് വിട്ടു, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. അങ്ങനെ പാട്ടുണ്ട് അല്ലെ? നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്യുന്നവരെ. അപ്പം വളരെ വലിയ ഇതെന്ന് ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ വലിയ കഷ്ടതകളുടെയൊക്കെ നടുവില് വളരെ വലിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് സഭയുടെ സെക്യൂരിറ്റി ഉപേക്ഷിച്ച്, കുടുംബത്തിന്റെ സെക്യൂരിറ്റി ഉപേക്ഷിച്ച് ഒരാൾ വെളിയിലോട്ട് ഇറങ്ങി വരികയാണ്. ഹൈന്ദവ മാർഗത്തിൽ നിന്നോ അല്ലെ ഇസ്ലാം മാർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൗരോഹിത സഭകളിൽ നിന്നോ ഒറ്റയ്ക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്ന് ഈ സഭയിലേക്ക് വന്നു, സഭയുടെ ഒരു അംഗമായി മാറി. ഈ സഭയുടെ ഒരു അംഗമായി മാറി കഴിഞ്ഞപ്പോൾ ഈ സഭയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങള് ഇയാളെ വല്ലാതെ ഒറ്റപ്പെടുത്തി മുറുക്കിക്കളയാണ്. അതായത് ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി പോവാ, അല്ലെ? ആ വേര് പറഞ്ഞു പോവാന്ന് പറയും. ഭയങ്കര പെയിൻഫുൾ. നമ്മളൊക്കെ ചർച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷ എന്താ? ഇനി ഇതാണ് എന്റെ കമ്മ്യൂണിറ്റി, ഇതാണ് എന്റെ വീട്, എനിക്ക് അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം എന്നെ ഉപേക്ഷിച്ച് ആരും എനിക്ക് കർത്താവ് വരുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ കർത്താവ് എന്ന സഹോദരങ്ങൾ അവരവരുടെ കളർ കാണിക്കും. അപ്പോഴാണ് തകർന്നു പോകുന്നത്. ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അനേകം ആളുകൾ, സഹോദരങ്ങളെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് സഭയുടെ പൊളിറ്റിക്സിനകത്ത് അതിദുഃഖത്തിൽ വേദനയിലിരിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിലേക്കല്ല അവർ പിന്നീട് കണ്ടെത്തുന്നവരുണ്ട്. തിരിച്ചു എല്ലാം പറ്റത്തില്ല, കാരണം ആ വിശ്വാസം പോയല്ലോ, പുതിയ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായി. ഇനി അതൊരു പോസിറ്റീവ് സൈഡ്. ഇനി അതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കിക്കേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന ഒരാൾ ഒരു പാപത്തിൽ വീഴുന്നു. നമ്മൾ എങ്ങനെയായിരിക്കും ആ മനുഷ്യനെ കാണുന്നത്? ഒരു പാപത്തിൽ വീഴുന്നു. അവർക്ക് വേറെ ആരും ഇല്ല, അവരെല്ലാം വിട്ടു വന്നതാ. പക്ഷെ ഒരു പാപ പ്രവൃത്തി ചെയ്തു, വളരെ ഹീനമായ ഒരു പ്രവൃത്തി ചെയ്തു. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞു. നമ്മൾ ഉടനെ പറയുന്നത് എന്തായിരിക്കും അറിയോ? അവനെ പോലുള്ളൊരു നമ്മുടെ സഭയിൽ വേണ്ട, വെട്ടിക്കള. അവനെ നമ്മൾ പറക്കി ദൂരോട്ട് കളഞ്ഞു. അവനിനി ആരുണ്ട് വെളിയില്? അവനിനി വെളിയിൽ ആരുണ്ട്? അവനിനി വെളിയിൽ ആരുമില്ല. അവനതെല്ലാം വീണുപോയി. പക്ഷെ അവനെ ഇനി നമ്മൾ തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ അവനിനി എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആ
പാപബോധം അവൻ ഉണ്ടാക്കിയ ആ ഭൂരിപക്ഷ നടപടി ഉണ്ടല്ലോ, അത് മതി. പൗലോസ് പറയാം, അതല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ അതിദുഃഖത്തിലായി പോകും. അതിദുഃഖം എന്ന് പറയുന്നുണ്ടല്ലോ, അതിദുഃഖം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദുഃഖം. ഇത് ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. ശക്തിക്ക് മീതെ വരുന്ന ഭയം. നമ്മുടെ ഹ്യൂമൻ കപ്പാസിറ്റിക്ക് മുകളിൽ വരുന്ന ഒരു ഭയം. അതുപോലെ തന്നെ ഹ്യൂമൻ കപ്പാസിറ്റിക്ക് മുകളിൽ വരുന്ന ഒരു ദുഃഖം, അതിനാണ് നമ്മൾ ഇവിടെ അതിദുഃഖം, താങ്ങാനാകാത്ത വേദന. നിങ്ങൾക്കറിയാം, ഒരു രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന പെയിനേക്കാളും വലുതാണ് ഈ പാപത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം. അവന്റെ അഭിമാനവും കൂടെയാണ് ചെറിപ്പോകുന്നത്, അഭിമാനവും കൂടെ ചെറിപ്പോകുന്നത്. അപ്പൊ ശരിക്കും ആ മനുഷ്യൻ കൊല്ലപ്പെടുക. ഇപ്പൊ പൗലോസ് പറയാണ്, അവൻ മാനസാന്തരപ്പെട്ടല്ലോ, അവനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിദുഃഖത്തിൽ അവൻ, അതായത് അവൻ കുറച്ച് അനുഭവിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ നീതിബോധം ഒക്കെ ഉണ്ടല്ലോ, മനുഷ്യന്റെ നീതിബോധം, അതെല്ലാം സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല, അത് പരീശത്വത്തിൽ നിന്ന് വരുന്നതാ. സ്നേഹത്തിൽ ആണെങ്കിൽ വീണു പോകുന്ന ഒരു സഹോദരനോട് നമുക്ക് എന്തായാലും കരുണേ തോന്നുള്ളൂ, മത്സരം തോന്നത്തില്ല. ആ മത്സരം തോന്നാൻ പാടില്ല. കാരണം അവൻ അതിദുഃഖത്താൽ വലഞ്ഞു പോകാൻ ഇടവരും, അതിദുഃഖത്താൽ. അപ്പൊ നമ്മുടെ അടുത്ത് കർത്താവ് വിടുന്ന, അപ്പൊ നിങ്ങൾ ഓരോ ലോക്കൽ സഭകളിൽ അംഗങ്ങളായിട്ടുള്ള അനേക ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്ത് കർത്താവ് വിടുന്ന ഒരാള്, അവന്റെ പാപത്തെ കർത്താവ് എത്രമാത്രം വെറുക്കുന്നോ അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് കർത്താവ് അവന്റെ ആത്മാവിനെ അത്രയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വിട്ടേക്കുന്നത്. സോ എവരി ട്രീറ്റഡ് ലൈക്ക് എ സെയിന്റ്. അടുത്ത വാക്യം പറയാണ്, നിങ്ങൾ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും മാത്രം പോരാ, അവനെ ആശ്വസിപ്പിക്കുകയും വേണം. അവന്റെ പുറകെ നടന്ന് ചെന്ന് അവനോട് മാത്രമല്ല, ഞാൻ ക്ഷമിച്ചു ബ്രദറെ, അതുപോരാ, അവനെ നിങ്ങൾ ചെന്ന് ആശ്വസിപ്പിക്കണം. അവൻ അതിദുഃഖത്താൽ വ്യസനിച്ചു പോകരുത്. കാരണം ഈ സഭ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ട വേർപെട്ട ഒരു സമൂഹമാണ്. സമൂഹത്തിൽ അവർക്ക് വലിയ പങ്കൊന്നുമില്ല. അവരെല്ലാം പീഡിപ്പിക്കപ്പെടുന്നവരും ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവരും മൃഗയുദ്ധം ചെയ്യുന്ന ആൾക്കാർ അല്ലെ. പൗലോസ് അങ്ങനെയല്ലേ പറഞ്ഞത്? വളരെ കഷ്ടതയുടെ നടുവില അവർ ജീവിക്കുന്നത്. അപ്പൊ അതിനിടയില് ഈ സഭ കൈവിട്ട് കഴിഞ്ഞാൽ അത് അതിദുഃഖത്തിന് കാരണമാകും. അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കണ്ടോ പൗലോസിന്റെ പൊസിഷൻ? നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ പോരാ, അതെങ്ങനെയെങ്കിലും അവന് ഉറപ്പ്. കാരണം എന്താ? അവൻ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഹി സിൻഡ് ആൻഡ് ഹി ഹാസ് റിപ്പന്റഡ്. അവൻ മടങ്ങി വന്നിരിക്കുന്നു, അവൻ ഈ സഭയുടെ ഭാഗം തന്നെയാണ്. അതായത് കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവർ പാപം ചെയ്യുമ്പോൾ നമ്മൾ ആ പാപമായി നേരിടണം. നേരത്തെ കൊരിന്ത സഭ എന്താ ചെയ്തെന്നറിയോ? ഇതിനെ നേരിട്ടില്ല, പാപത്തെ പൊതിഞ്ഞു വെച്ചു. നമ്മള് പാപം ചെയ്യുന്ന ഒരാളുണ്ട് നമ്മുടെ സഭയിൽ നിന്ന് വിചാരിച്ചോ, രാവിലെ കണ്ടപ്പോൾ ഉടനെ സ്തോത്രം ചെയ്തു, ബ്രദറെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു, നല്ല ചിരിച്ചു കാണിച്ചു, അതിനെടുത്താലും ചിരിച്ചു കാണിച്ചു. ഉപദേശി മാത്രം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, തീരുമാനം ഇതാണ്. അപ്പൊ ഈ പുള്ളി വിചാരിക്കുന്നു ഉപദേശിയുടെ അഹങ്കാരമാണ്. അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ? ഈ സഭയിൽ അങ്ങനെയല്ല നടന്നത്. എല്ലാവരും ഒന്നിച്ചായിരുന്നു. കാരണം ഒരാൾ പാപം ചെയ്തതെങ്കിൽ അത് എല്ലാവരും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാവരും തുറന്നു പറയുക തന്നെ ചെയ്യും. സഹോദര, ഇതിങ്ങനെ ആയത് ശരിയായില്ല കേട്ടോ, യു ആർ ഡൂയിങ് സംതിങ് റോങ്. അവരെ നമ്മൾ കർശനമായി നേരിടണം. പക്ഷെ അതേസമയത്ത് ഒരു കാര്യം ആലോചിക്കണം, ഈ പാപി സ്വർഗത്തിൽ ചെല്ലേണ്ടതാണ്. അവനെ നമ്മൾ വഴിയിൽ എറിഞ്ഞു കളയാൻ പറ്റത്തില്ല. അവനെ നാളെ പറക്കിക്കൊണ്ടു പോകുന്ന ആരാന്ന് അറിയത്തില്ല. അവന്റെ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയും. നമ്മൾ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും. നമ്മുടെ സമയം കുറെ ആൾക്കാർ ഇറങ്ങി പോകുമല്ലോ, പൊക്കോട്ടെന്ന് വിചാരിക്കുമല്ലോ. അവരെവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവര് വഴിയിൽ അലഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ സമാധാനം നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിവൃത്തി ഉണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു വിടരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൗ വിൽ വി നോ ടുമോറോ വേർ ദേ വിൽ ബി? അവര് നാളെ എങ്ങനെയായിരിക്കും, ഏത് വിശ്വാസത്തിലായിരിക്കും, നമ്മൾ എങ്ങനെ അറിയും? അതുകൊണ്ടാണ് ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യം ദൈവത്തിന്റെ സഭയ്ക്കുള്ളത്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഇരിക്കുന്നവർക്ക് ദൈവം അവരെ ഏൽപ്പിക്കുന്ന ഓരോരുത്തരുടെ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അക്കൗണ്ട് എങ്ങനെ കൊടുക്കും? നമ്മളൊരാൾ ഇറങ്ങിപ്പോയി, അയാൾ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. ഹി എൻഡഡ് അപ്പ് ഇൻ ഫാൾസ് ഡോക്ട്രിൻസ്. എന്ത് ചെയ്യും?
ഐ എം അഫ്രൈഡ്. ഞാൻ ശരിക്കും ഇത് ഭയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്നേ ഒരു മനുഷ്യനോടും നിങ്ങൾ വേണ്ട ഇവിടെ എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയാത്തതിന്റെ കാരണം. ബിക്കോസ് വി ഹാവ് നോ സേ ദെയർ. ദൈവത്തിന്റെ ജനം, അവരുടെ ശുശ്രൂഷകനായ ഞാൻ. പൗലോസ് നോക്കി ഇവിടെ കൊരിന്ത് സഭയോട് പൗലോസ് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ചെന്ന് പഴയ പാപത്തെക്കുറിച്ച് ഓർമ്മിക്കുക, സ്നേഹത്തിൽ അവനെ ഉറപ്പിക്കണം. നിങ്ങൾ എല്ലാവരും ആ സ്നേഹം പോയി ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അവന്റെ ആ ദുഃഖം ഒന്ന് മാഞ്ഞു പോട്ടെ. ലെറ്റ് ഹിം കം ബാക്ക് ആസ് എ ഫുൾ മെമ്പർ ഓഫ് ദ ചർച്ച്. അവൻ ആ ഫെലോഷിപ്പ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യട്ടെ. കാരണം മാനസാന്തരപ്പെടുന്ന പോലെ ദൈവത്തിന് മുമ്പിൽ വേറൊന്നുമില്ല, സന്തോഷിപ്പിക്കുന്നതായിട്ട് വേറൊന്നുമില്ല. ഇപ്പോൾ അവൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുന്നു. സോ അലോ ഹിം ആസ് എ പാർട്ട് ഓഫ് യുവർ സെൽഫ്. ഇങ്ങനത്തെ ഒരു കറക്ഷനാണ് നമ്മുടെ സഭകളിൽ വേണ്ടത്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന കറക്ഷൻ. ഒരു അപ്പൻ ശിക്ഷിക്കുന്ന പോലെയാണ്. അപ്പൻ മക്കളെ എത്ര ശിക്ഷിച്ചാലും ഒരു വീണാലും പിന്നെ അവരോട് കാണിക്കുന്ന കരുണ പോലെയാണ് ഒരു സഭ ഓരോ മനുഷ്യരോട് ഇടപെടേണ്ടത്. വി കനോട്ട് ബി ആർബിട്രേറ്റേഴ്സ് ഓഫ് ജസ്റ്റിസ് ആൻഡ് സിറ്റ് ഓൺ and declare judgments on people. He is good, he is bad, avan seriyalla ivan seriyalla. That's not the church. Church ennu parayunna ICU poleയാണ്. Every sinner has to get there and get healed. Sin is like a sickness. അവിടെ അതിനെ പരിഹരിക്കാനുള്ള ശുശ്രൂഷകളാണ് നടക്കുന്നത്. ഓരോ ശുശ്രൂഷകരും ആ പാപത്തെ രോഗത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് no one will be kicked out of the church. അങ്ങനെ ഒരു പരിപാടിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യും, ചിലപ്പം പുറത്ത് നിൽക്ക് കുറച്ച് നാളത്തേക്ക് എന്നൊക്കെ പറയും, കാരണം ബിക്കോസ് ഓഫ് സിൻ അണ്ടിൽ യു റിപ്പന്റ് എന്നൊക്കെ പറഞ്ഞാലും ദേ ആർ പാർട്ട് ഓഫ് us. നാളെ അവർ മടങ്ങി വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഈ സ്നേഹം ഉണ്ടെന്ന് പറയുന്നതും സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുന്നതിന്റെ സ്നേഹമുണ്ടെന്ന് പറയുന്നത് വേറെ, സ്നേഹമുണ്ടെന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നത് വേറെ. ഉറപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? സ്നേഹമുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് സ്നേഹമുണ്ടെന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഭർത്താക്കന്മാര് ഭാര്യമാരോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുന്നത്? വല്ലോ സാരിയോ ഒക്കെ മേടിച്ചു കൊടുത്താൽ അല്ലെ ഉറപ്പിച്ചു കൊടുക്കുന്നത്? നമ്മുടെ സഹോദരങ്ങൾ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ ഒരു പ്രതിസന്ധിയിൽ അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഉറപ്പിക്കുന്നത്. അവരുടെ വേദനയിൽ അവരുടെ പങ്കാളിയായി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അല്ലെ? നമ്മൾ ഈ സഭയ്ക്ക് മുറിവുണ്ടാക്കി ആൾക്കാരെ മുറിച്ച് കളയുവല്ല ചെയ്ത്. ദാറ്റ്സ് നോട്ട് ദ വേ. ദാറ്റ്സ് നോട്ട് ലവ്. സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാനുണ്ട്, പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, ഐ ആം വിത്ത് യു, ദ ചർച്ച് ഈസ് വിത്ത് യു എന്ന് അവരോട് പറയുന്നതാണ് ആ ഉറപ്പിക്കൽ. അപ്പൊ അങ്ങനെ ഉറപ്പിക്കാൻ പ്രതി സഹോദരങ്ങളെ, നിങ്ങൾ ശുശ്രൂഷയിലിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദയവായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ ഒരാൾ പുറത്തു പോകാൻ പാടില്ല. നമ്മളുള്ള വൈരാഗ്യമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ വിളിച്ച് സംസാരിപ്പിച്ച് സെറ്റിൽമെന്റിൽ എത്തിക്കണം. നെവർ എൻറ്റർ ഇൻ ടു എ കോമ്പറ്റീഷൻ വിത്ത് എനി ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനുമായി നമ്മളൊരു മത്സരത്തിൽ ഏർപ്പെടരുത്. പാപം ചെയ്തിട്ടുണ്ടാവാം, ബട്ട് ദേ ക്യാൻ കം ബാക്ക്. അതിനുള്ള വഴി നമ്മൾ എപ്പോഴും തുറന്നിട്ടിരിക്കണം. വി ഷുഡ് സ്ട്രെങ്തൻ ദം ഇൻ അവർ ലവ്. ഓക്കെ, ഇനി 8-ാം വാക്യത്തിൽ ഒരു അപേക്ഷിച്ചിട്ട് പൗലോസ് പറയുന്ന ഒരു സൂത്രമുണ്ട്. പൗലോസ് പ്രയോഗിക്കുന്ന ഒരു സൂത്രം അപേക്ഷിച്ചിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരെ പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. അപ്പം കൊരിന്ത് സഭ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അന്ന് ആ മനുഷ്യനെ പുറത്താക്കി കളയുക എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ പൗലോസ് അങ്ങനെ തന്നെ, അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ ആ ഫെലോഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുക, അർത്ഥമുള്ളൂ. ഓക്കെ, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. കണ്ടോ, ആദ്യം സാത്താൻ എന്ത് ചെയ്തു? ഇവനിലൂടെ സഭയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണ്? സഭയിൽ ഒരാളെ വ്യഭിചാരത്തിൽ കുരുക്കി അവനിലൂടെ ആ സഭയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ സാത്താന്റെ ആ തന്ത്രം എങ്ങനെ പൊളിഞ്ഞു? സഭ അതിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോ സാത്താന്റെ ആ തന്ത്രം പൊളിഞ്ഞു. ഇനി സാത്താൻ എങ്ങനെയാ സഭയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നറിയോ? അവൻ കണ്ടോ അവൻ വ്യഭിചാരം ചെയ്തിട്ട് വന്നിരിക്കുന്ന എന്ന് ഇവിടെയുള്ള 5 പേരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടാ സാത്താൻ ജയിക്കാൻ കാര്യം നീക്കുന്നത്. അങ്ങനെ അപ്പൊ ഇവനെ നോക്കുന്നവരെല്ലാം ഇനി പരിഹാസത്തോടെ നോക്കുക, അല്ലെങ്കിൽ അവനെ എന്നേക്കാൾ മോശം എന്ന് കാണുക. അവിടെ സാത്താൻ ഒരു വഴി നമ്മൾ കൊടുക്കുക. കാരണം വി ആർ നോട്ട് ഡീലിംഗ് ഇൻ ലവ്. അപ്പൊ നമ്മൾ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാളെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു, അവിടെ സാത്താൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. സാത്താൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരു സ്നേഹം ഉണ്ടാവില്ല, നിങ്ങളുടെ സ്നേഹം ഉണ്ടാവില്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഒന്ന് ഹൃദയത്തിലൂടെ ഒന്ന് നോക്കിക്കേ. വി ഫൈൻഡ് ദാറ്റ് വാർഫെയർ there. വി ഫൈൻഡ് ദാറ്റ് വാർഫെയർ. ഓക്കെ, അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ ഒരിക്കലും തീരുന്നില്ല. നമ്മൾ അവന്റെ ശക്തിയെ ഒരിക്കലും ഭയപ്പെടണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ തന്ത്രങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ആ തന്ത്രങ്ങൾ നമ്മൾ ഓരോ സമയത്ത് ഒരു സമയത്തോ തീരുന്നില്ല. ഈ പാപത്തെ തന്നെ സാത്താൻ തന്ത്രത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ, ഒന്ന് പാപം ചെയ്യിപ്പിച്ചോണ്ട്, അല്ലെ, മറ്റൊന്ന് പാപത്തിന് സൈഡ് പിടിച്ചോണ്ട് ആദ്യം. ഇനി അതെല്ലാം സെറ്റിലായി വന്നപ്പോൾ പാപിയെ വെറുത്തുകൊണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു പരീക്ഷ നീതിബോധം ഉണ്ടായിട്ട് പാപികളെ വെറുത്തു. അവിടെ അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും സാത്താനെ ജയിക്കാൻ ഒരു അവസരം നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാക്കരുത്. എന്ത് വിഷമം ഉണ്ടായാലും സാത്താൻ അവിടെ ജയിക്കാൻ ഇടവരരുത്. അപ്പൊ പല സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിക്കും. പിന്നെ അവർ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല, മിണ്ടത്തില്ല, വർത്താനം പറയത്തില്ല, അങ്ങോട്ട് വിളിച്ചാലും മൈൻഡ് ചെയ്യില്ല, ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കും. അല്ലെ, ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കും. സാത്താന് ഭയങ്കരമായി നമ്മൾ പ്ലേസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. A forgiveness that has approval from Christ. ക്രിസ്തുവിൽ നിന്ന് അംഗീകാരമുള്ള ഒരു ക്ഷമ അവന് കൊടുക്കുക. That means just as Christ would have forgiven you. Just as Christ would have forgiven you, forgive everyone. Okay? നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ തന്ത്രങ്ങൾ എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ, എന്റെ ഹൃദയത്തിൽ വളരെ ആഴമായിട്ട് ഒരു വേദനയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏതു സമയത്തും ഇവന്റെ തന്ത്രങ്ങൾ എവറി ടൈം ബി അലർട്ട്. ഇപ്പൊ നമ്മൾ വളരെ നീതിമാന്മാരാണെന്നുള്ള ഒരു സുബോധത്തിൽ നിന്ന് തന്നെ നമുക്ക് തോൽവി ഉണ്ടാകും. വേറെ ആളെ വിമർശിക്കുമ്പോൾ അവന്റെ തെറ്റിനെയല്ലേ വിമർശിച്ചെന്ന് ചോദിക്കുമ്പോഴും അവനോടുള്ള ഒരു കയ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി വരാം. ദീസ് ആർ ഓൾ മൈന്യൂട്ട് വർക്കിംഗ്സ്. ഓക്കെ, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ശരിക്കും ആത്മീക ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സാത്താന്റെ തന്ത്രങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജീവിത യാത്രയിൽ അത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. Satan is so devious in his schemes. Okay. ഇനി ഈ മാനുഷികമായ വേറൊരു വശവും കൂടെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത പാസേജിൽ, അല്ലെ? നമ്മൾ പൗലോസിനെ ഒരു അത്ഭുതമാണ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റേജുകളിൽ നമ്മുടെ ഇന്നത്തെ സ്പിരിച്വൽ ലീഡേഴ്സും പ്രസംഗരൊക്കെ വരുമ്പോൾ വളരെ ലിമിറ്റഡ് എക്സ്പോഷറെ അവർ നമുക്ക് തരുന്നുള്ളൂ. വളരെ ലിമിറ്റഡ് എക്സ്പോഷർ. അതായത് കാണുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ചേസ് എന്ന് പറയുന്ന ആളെ വളരെ കുറച്ച് അറിയത്തുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബലഹീനതകളൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഞാൻ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. യു ഓൾ തിങ്ക് ഐ എം ഫൈൻ, ഐ എം ഡൂയിങ് വെൽ, ഐ എം ഓക്കെ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് അങ്ങനെയല്ല. പൗലോസ് തന്നെത്താൻ എക്സ്പോസ് ചെയ്യുക, അതായത് കാണിച്ചു കൊടുക്കുക, ഞാൻ ഇത്രേ ഉള്ളൂ, ഐ നോ ഐ എം ഓൺലി ദിസ് മച്ച്. അവിടെ പ്രിറ്റൻഷൻ ഇല്ല, അഭിനയമില്ല, വേഷങ്ങളില്ല, അല്ലെ? ഇപ്പൊ പലപ്പോഴും നമുക്ക് വില ഉണ്ടാകാൻ വേണ്ടി പലരും എന്നെ അഡ്വൈസ് ഉണ്ട്. മനുഷ്യർ നമ്മളെ വില മതിക്കണമെങ്കിൽ നമ്മളൊരു ഇത്തിരി അകലം ഇട്ട് നിൽക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടെക്നിക്ക്, ഇത്തിരി അകലം ഇട്ട്, തുറന്നൊന്നും ഇടപെടരുത്. ഇത്തിരി അകലം ഇട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബഹുമാനം ഉണ്ടാകും. അതായത് ഇപ്പം നമ്മുടെ ഒരു മീറ്റിംഗിന് നിന്ന് കഴിഞ്ഞാൽ ആ മീറ്റിംഗിന്റെ സമയത്ത് മാത്രം സംസാരിക്കുക, പിന്നെ അധികം പേരോടൊന്നും വർത്തമാനം പറയാതിരിക്കുക. അപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ ഒരു ഗെയിം പിന്നീട് മനസ്സിലാവും. അങ്ങനെയാണ് ഈ മനുഷ്യർ വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ശിഷ്യന്മാരോട് തുറന്നു പറയുമായിരുന്നു. കംപ്ലീറ്റ്ലി ഓപ്പൺ. കർത്താവ് പറഞ്ഞ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഹോൾഡ് ചെയ്തിട്ടില്ല. നമുക്കുണ്ടാകുന്ന ടെൻഷൻസ്, ആകുലതകൾ സാധാരണ മനുഷ്യരാണ്. വി ഓൾ ഹാവ് ഓൾ ദീസ് ഫീലിങ്സ്. അപ്പോസ്തലിക കൃപാവരം ഉണ്ടെന്ന് വിചാരിച്ച് പൗലോസ് കർത്താവാകുന്നില്ല.
ഈസ് ഓൺലി പൗലോസ്. ആ പൗലോസിന്റെ എല്ലാ ബലഹീനതകളും ഈ ലേഖനങ്ങളിൽ കാണാം, എല്ലാ ബലഹീനതകളും കാണാം. അടുത്ത് നോക്കി, അടുത്ത വലിയൊരു ബലഹീനതയാണ്. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ അറിയിപ്പാൻ ത്രോവോസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്ക് എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തിത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോന്യക്ക് പുറപ്പെട്ടു. എന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വാതിൽ തുറന്നു കിട്ടിയതാ പ്രവാസില്. ദൈവം ഒരു വാതിൽ തുറന്നു കൊടുത്തിട്ട് പൗലോസിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല? ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല? അവിടെ തിത്തോസിനെ കണ്ടില്ല, അത്രേ ഉള്ളൂ. തിത്തോസിനെ അവിടെ കാണാതെ വന്നപ്പോൾ ഉണ്ടായ വിഷമം, സ്വസ്ഥതയില്ലായ്മ. നമുക്ക് എങ്ങനെയാണ് സ്വസ്ഥതയില്ലായ്മ എന്നുള്ളത് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കി. പൗലോസ് ഒന്നും ചെയ്തില്ല. എനിക്ക് ത്രോവാസിൽ അവൻ ഇല്ലാതെ നിൽക്കാൻ വയ്യ. ദാറ്റ് മച്ച് ഓഫ് മൈൻഡ് ഫോക്കസ്ഡ് ഓൺ ഹിം, തിത്തോസില്. അപ്പൊ എന്തുമാത്രമാണ്